ബോൺജൂർ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ക്യൂബക്കിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടാണ്, ഇവിടെ എങ്ങനെയാണ്, ഫ്രഞ്ച് എങ്ങനെ ഇവിടെ മാൻഡേറ്ററി ആയെന്നൊക്കെ. സോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആദ്യം ആ വീഡിയോ കാണുക. അപ്പോൾ ഇന്ന് ഫ്രഞ്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറയാം. ഇവിടുത്തെ ഒരു സർവൈവൽ ഫിറ്റ്നസ് പോലാണ് ഫ്രഞ്ച്. ആൻഡ് ഇപ്പോഴും കുറേ പേർക്ക് കാനഡയിൽ വരാൻ ആഗ്രഹങ്ങൾ കാണും. ഞാൻ പറഞ്ഞ യങ് ജനറേഷൻ സ്റ്റിൽ വൺ ഗിവ് എ ട്രൈ എന്ന് കാണുമായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു ടഫസ്റ്റ് വേ ആണെങ്കിൽ പോലും പെട്ടെന്ന് PR കിട്ടാനും ഇവിടുമായിട്ട് പെട്ടെന്ന് ജെല്ലാകാനും ഒരു കോമ്പറ്റീഷൻ അധികം ഇല്ലാതെ ജോലി കിട്ടാനും നമുക്ക് ഏറ്റവും നല്ലത് ഫ്രഞ്ച് തന്നെയാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളും ബൈലിംഗ്വൽ ചോദിക്കുന്നുണ്ട്, പല പ്രൊവിൻസുകളിലും. അപ്പം പ്രത്യേകിച്ച് ക്യൂബക്കിലാണെങ്കിൽ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. ഫ്രഞ്ചും ഇംഗ്ലീഷും മാൻഡേറ്ററി ആണ്. അല്ലാതെ ഫ്രഞ്ച് അറിഞ്ഞുകൊണ്ട് മാത്രം ജോലിയും കിട്ടത്തില്ല, ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ട് മാത്രം ജോലിയും കിട്ടത്തില്ല, പ്രത്യേകിച്ച് ഒരു ഫോറിനറിന്. ഇപ്പം നമുക്കറിയേണ്ടത് രണ്ടും മാൻഡേറ്ററി ആണ്. അപ്പം എല്ലാവരും വിചാരിക്കും ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കണോ, ഫ്രഞ്ച് പാടാണോ, ഇച്ചിരി ബുദ്ധിമുട്ടാണോ എന്നൊക്കെ. ഇപ്പം ഇന്ത്യയിൽ എനിക്കറിഞ്ഞ കുറേ കോളേജസിൽ സ്കൂൾസിലൊക്കെ ഒരു ലാംഗ്വേജ് ഓപ്ഷൻ ഉണ്ട് ഫ്രഞ്ചായിട്ട്. അപ്പം എനിക്കറിയില്ല, ഞാനത് എടുത്തിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ബോൺജൂർ എന്ന വാക്ക് പോലും പഠിക്കുന്നത്. അപ്പം പഠിക്കുന്ന പോലെയല്ല കേൾക്കുന്നത്. അല്ലാതെ ഫ്രഞ്ചിൽ ഒന്നും കേട്ടിട്ടില്ല ഞാൻ വരുന്നതിന് മുന്നേ വരെ. പക്ഷെ ഇപ്പം എന്നെക്കൊണ്ട് കോൺവെർസേഷണലായിട്ട് ഫ്രഞ്ച് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ബിക്കോസ് ഞാനൊരു വിഷ്വൽ ലേണർ, അല്ലാതെ ഓഡിയോ ലേണർ അല്ല. ഒരു സിനിമ കണ്ടുകൊണ്ടോ ഒരു പാട്ട് കേട്ടോണ്ടോ ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള സ്കിൽ എനിക്കില്ല. ബേസിക്കലി എനിക്കൊരു ലാംഗ്വേജ് സ്കിൽ ഇല്ല, അതാണ് സത്യം. ബട്ട് സ്റ്റിൽ ഞാൻ ഒരു കോൺവെർസേഷണൽ ഫ്രഞ്ച് ആയെങ്കിൽ ഈ സിനിമ കണ്ട് ലാംഗ്വേജ് പഠിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ ഫ്രഞ്ച്. അപ്പം നമ്മൾ മൂവീസൊക്കെ കാണുമ്പോഴും ഒക്കെ ചിലവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ലൈക്ക് ഫ്രഞ്ച് പല ലാംഗ്വേജസ് കേൾക്കാനും അത് ട്രൈ ചെയ്യണമെന്നൊക്കെ വല്ലാണ്ട് ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് സ്റ്റിൽ കാനഡയിൽ വരാൻ പറ്റും ഫ്രഞ്ച് പഠിച്ചിട്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ഒരു വിഷ്വൽ ലേണർ ആയിട്ട് ഫ്രഞ്ച് പഠിച്ചതെന്ന് വെച്ചാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് തന്നെ. ബിക്കോസ് ഇവിടെ ഞങ്ങൾ വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോയിൽ, കുട്ടികൾക്ക് 6 വയസ്സ് വരെ ഇവിടെ ഗാർഡറിയാണ്, ഒരു ഡേ കെയർ. അപ്പോൾ അവർക്കങ്ങനെ പഠിത്തങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ടൈം കളി, ഉറക്കം, അങ്ങനെയൊക്കെ. അപ്പം ഇവിടുത്തെ സബ്സിഡൈസ്ഡ് ഡേ കെയർസിൽ ബൈലിംഗ്വൽ അല്ല, കൂടുതലും ഫ്രാങ്കോഫോൺ തന്നെ. അപ്പം ഡിപ്പെൻഡ്സ് ഓൺ ദ ടീച്ചർ. അപ്പോൾ സ്കൂളിൽ 10 ടീച്ചർമാരുണ്ടെങ്കിൽ, സ്കൂളല്ല ഗാർഡറിയിൽ 10 ടീച്ചർമാരുണ്ടെങ്കിൽ അതിൽ 8 പേർക്കും ഫ്രഞ്ച് അറിയാവുന്നത്, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. സോ ആദ്യം വന്നപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ആകെ ഇവിടെ വന്നതിന് ശേഷം ബോൺജൂർ എന്ന വാക്ക് തന്നെ ഞാൻ കേട്ടത്. അങ്ങനെയുള്ള എനിക്ക് എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെ സ്കൂളിൽ പുതിയതായിട്ട് ഇവിടെ ഗാർഡറിയിൽ വിടുന്നു, അവിടെ എന്ത് നടക്കുന്നു എന്നറിയില്ല, അവൻ കഴിച്ചോ എന്ന് ചോദിക്കാൻ പറ്റുന്നില്ല. ഇവരങ്ങനെ അത്ര ഫ്രണ്ട്ലി അല്ല ടു യൂസ് ട്രാൻസ്ലേറ്റർ. അവർക്ക് നമ്മൾ വിളിക്കാൻ പോകുന്ന സമയത്ത് മറ്റു കുട്ടികളുടെ പേരൻസും വരും. അപ്പോൾ നമ്മുടെ അടുത്ത് ഇരുന്ന് ട്രാൻസ്ലേറ്റർ ഇടാനുള്ള പേഷ്യൻസ് ഒന്നും അവർക്കില്ല. ബേസിക്കലി ഈ ട്രാൻസ്ലേറ്റർ വർക്കാവില്ല ഇവിടെ. നമുക്കൊരു അങ്ങനെ എല്ലാവർക്കും പേഷ്യൻസ് വേണമെന്നില്ല. അപ്പം സ്കൂളിൽ എന്ത് നടന്നെന്നും കുഞ്ഞ് ആക്ച്വലി എന്തുവാ ചെയ്തതെന്നും ഒക്കെ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് സ്ലോലി മാറിയത് ഫ്രഞ്ച് പഠിച്ചതിന് ശേഷം. ഇപ്പം ആക്ച്വലി ഞാനിപ്പോൾ വന്നിട്ടൊരു 6-7-8 മന്ത്സായി. ഈ 8 മന്ത്സ് കൊണ്ട് ഞാൻ കോൺവെർസേഷനിലായി. പക്ഷേ ഈ 8 മന്ത്സിൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂലൈ. അപ്പം ഈ 6 മന്ത്സ് കൊണ്ട്
ടീച്ചേഴ്സിനോട് എന്നെക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് കുഞ്ഞ് എന്തോ ചെയ്തു, എന്തോ കഴിച്ചു, or എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെക്കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. സോ അഫ്കോഴ്സ് മറ്റ് നമ്മൾ പഠിച്ചാൽ നമുക്കും ട്രൈ ചെയ്താൽ നമുക്കും സംസാരിക്കാൻ പറ്റും, എസ്പെഷ്യലി ആ ഒരു ലാംഗ്വേജ് സ്കില്ലുള്ളവർക്ക്. എനിക്കിപ്പോൾ തമിഴ് മലയാളം ഫ്ലുവൻ്റായിട്ട് അറിയാമെങ്കിലും വേറെ ഹിന്ദിയോ അല്ലെങ്കിൽ ഇപ്പോൾ തെലുങ്കോ, ഞാൻ പല മൂവീസ് കാണാറുണ്ട്, ലൈക്ക് K-ഡ്രാമാസ് കാണാറുണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ ഒരു വാക്ക് പോലും ഗ്രാസ്പ് ചെയ്തിട്ടില്ല. ബിക്കോസ് അതിനുള്ള കഴിവ് എനിക്കില്ല. അങ്ങനെയുള്ള ഞാനാണ് ഈ ഫ്രഞ്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫ്രഞ്ച് പഠിക്കാൻ പറ്റും. ആൻഡ് ഞാൻ പഠിച്ചൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് എ വിഷ്വൽ ലേണർ ഞാൻ എഴുതി വെക്കുമായിരുന്നു ഫ്രഞ്ച് വാക്കുകളും അതിന് താഴെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനും അതിന് താഴെ മീനിങ്സുമായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ക്ലാസ്സിലിപ്പം വാക്കുകൾ അവർ പറഞ്ഞതുകൊണ്ട് എൻ്റെ തലയിൽ കയറില്ല. അത് ഞാൻ വീട്ടിൽ വന്ന് അത് എഴുതി അവരെന്താണ് പറഞ്ഞതെന്ന് സ്പെല്ലിങ് പഠിച്ചാൽ മാത്രമേ എനിക്ക് ആ വാക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഓർമ്മയിലിരിക്കത്തുള്ളൂ. അപ്പോൾ ഓർമ്മയിലിരിക്കണമെങ്കിൽ എനിക്ക് ആ വാക്ക് കണ്ണുകൊണ്ട് കാണണം. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി എല്ലാം എഴുതി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പഠിക്കുന്നത്. യു ഡോണ്ട് ഹാവ് ടു ഫോളോ മീ. ബട്ട് എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്ക്, ഒരു വിഷ്വൽ ലേണറായ മറ്റുള്ള ആൾക്ക് മേ ബി യൂസ്ഫുൾ ആയിരിക്കും. ലൈക്ക് ലേണിങ് ന്യൂ ലാംഗ്വേജസ് ഹാർഡ്. ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് എന്ത് തിയറിയും പഠിച്ച് എഴുതാൻ പറ്റും. ഐ ക്യാൻ സ്കോർ വെൽ ഓൺ തിയറി പാർട്ട്. ഇപ്പം എന്ത് കോളേജിലാണെങ്കിലും സ്കൂൾസിലാണെങ്കിലും ഐ വാസ് ഗുഡ്. പക്ഷേ ഒരു ലാംഗ്വേജ് എന്ന് വന്നപ്പം അത് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എസ്പെഷ്യലി ഫ്രഞ്ചിൽ ആക്ച്വലി നമ്മൾ കാണുന്ന വാക്കുകളൊന്നും പക്ഷെ പറയുന്ന പ്രൊനൗൺസിയേഷൻ വേറെയാണ്. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ഫ്രഞ്ചിൻ്റെ ബുദ്ധിമുട്ടും. ബിക്കോസ് നമുക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയാം. അപ്പം നമ്മൾ നല്ലോണം ഇംഗ്ലീഷ് അറിയുമ്പം അതൊരു ഇംഗ്ലീഷ് സ്ലാങ്ങിലേക്ക് നമ്മൾ എടുക്കും. പക്ഷേ ഫ്രഞ്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവർ പഠിച്ച് തുടങ്ങുമ്പം ഇംഗ്ലീഷ് അങ്ങോട്ട് മറക്കുന്നവർക്ക് മാത്രമേ ഫ്രഞ്ച് നല്ലതായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പോകുന്ന ക്ലാസ്സിലിപ്പം ഞങ്ങൾ ഒരു 20 പേരുണ്ടെങ്കിൽ അപ്പം ഈ 20 പേരിൽ ഇംഗ്ലീഷ് അറിയാത്തൊരു 5 പേരുണ്ട്, 5 കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷെ അവർ പെട്ടെന്ന് ഫ്രഞ്ച് പഠിക്കും. ഒന്ന്, ലാംഗ്വേജ് സിമിലാരിറ്റി ഉണ്ട്. സ്പാനിഷ് അവർക്കറിയാം, ഓർ പോർച്ചുഗൽ അറിയാം. ആൻഡ് അതുകൊണ്ടൊരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് പഠിക്കും. ഇനിയൊരു കാര്യം, അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ആൻഡ് ചില സമയത്ത് ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ കാണുന്നത് അത് മീനിങ് വേറെ ആയിരിക്കും ഫ്രഞ്ചിൽ. സോ ഇറ്റ് ഡസൻറ്റ് മാച്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാൻ എന്ന് പറയും, PAIN നമ്മൾ പറയുന്ന പെയിൻ എന്നാണ്, വേദന. പക്ഷേ അതിനെ ആ സ്പെല്ലിങ് PAIN ഇവർ പറയുന്നത് പാൻ എന്നാണ്, വിച്ച് ഇസ് ബ്രെഡ്. അപ്പോൾ രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. അത് നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഫ്രഞ്ചിന്. സോ അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേങ്കിൽ ഇറ്റ്സ് റിയലി ഫൺ ലേണിങ്. നമ്മൾ ആ രീതിക്ക് പഠിക്കുവാണെങ്കിൽ ആദ്യം കുറച്ച് സ്മോൾ സ്റ്റെപ്സായിട്ട് നമ്മൾ എടുത്ത് വെക്കണം. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ലൈക്ക് ഫെമിനൈൻ, മാസ്കുലിൻ, പിന്നെ ഈ സ്പെല്ലിങ്സ്, പ്രൊനൗൺസിയേഷൻസ്, എഴുതുന്ന ഒന്ന്, വായിക്കുന്ന ഒന്ന്, പറയുന്ന ഒന്ന്. ബട്ട് സ്ലോലി ഓരോ റൂൾസ് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പം ഇറ്റ്സ് ഗുഡ്. പിന്നെ നമുക്കൊരു ശരിക്കും ഒരു നല്ലൊരു ഫീലിംഗ്. ലൈക്ക് ഇന്ത്യൻ ലാംഗ്വേജസ് അല്ലാതെ ഒരു ഫോറിൻ ലാംഗ്വേജ്, ഇപ്പം ജർമ്മനി പോകാൻ ആൾക്കാർ ജർമ്മൻ പഠിക്കുന്നില്ല. സോ ഒരു കാനഡ പോലത്തെ ഒരു സ്ഥലത്ത് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇറ്റ്സ് വർത്ത് ലേണിങ് ഫ്രഞ്ച്. ഇവിടെ ഇപ്പോൾ ടൊറൻറ്റോസിലും ബാക്കി പ്രൊവിൻസിലൊക്കെ ഞാൻ സംടൈംസ് ഓപ്പണിങ്സ് കാണുമ്പോൾ ബൈലിംഗ്വൽ ആണ് ഇസ് ആൻ അസെറ്റ്. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവർ ആഡ് ചെയ്യുന്നത് ഇറ്റ്സ് ആൻ അസെറ്റ്. സോ ഏത് പ്രൊവിൻസിലും ഇപ്പം ഫ്രഞ്ച് അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. സോ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ബിക്കോസ് ഇപ്പം മറ്റ് പ്രൊവിൻസിൽ നമ്മൾ IELTS മാത്രം എഴുതി വരുന്നതുകൊണ്ട്
നമുക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ബാക്കി പ്രൊവിൻസുകളിൽ. ക്യൂബക്കിൽ എന്ന് പറയുമ്പം പൊതുവെ ഇന്ത്യൻസ് കുറവാണ്. എസ്പെഷ്യലി 2-3 ഇയേഴ്സിനകത്ത് വന്നവർ ഭയങ്കര സ്ട്രഗിളാണ്. ഇവിടെ ഒരു ബിൽ പാസ് ചെയ്തായിരുന്നു ഒരു 2-3 ഇയേഴ്സ് ബാക്ക്, ലൈക്ക് ഫ്രഞ്ച് ഇസ് വെരി മാൻഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞ് ജോലിക്ക് കയറാനൊക്കെ ഇവിടെ ഫ്രഞ്ച് ഇല്ലാതെ ഭയങ്കര പാടാണ്. ഒന്നീ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വല്ല ഇൻറ്റർണൽ ട്രാൻസ്ഫറോ അങ്ങനെ അവിടെ നിന്ന് ജോലി കിട്ടി അങ്ങനെയൊക്കെ വന്നാൽ ആയി. പക്ഷെ ഇവിടെ വന്ന ഒരു സർവൈവലിന് അങ്ങനെ ഒരു ജോലി ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനും ഇവിടുത്തെ പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ സൈൻ ബോർഡ്സ് ആണെങ്കിലും ശരി, എല്ലാ മെനൂസ് ആണെങ്കിലും ശരി, എന്ത് പബ്ലിക് നോട്ടീസ് ആണെങ്കിലും ശരി, ഓർ എന്ത് ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിലും ശരി, ഇവിടെ എല്ലാം ഫ്രഞ്ച് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷില്ല. അപ്പം നമ്മൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ നോക്കണം, അത് ഭയങ്കര പാടല്ലേ. അപ്പം പഠിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമാണ്. ബിക്കോസ് ഇവിടെ നമ്മൾ ഇവരുടെ ഇതുമായിട്ട് നമ്മൾ സെറ്റായി പോകണമെങ്കിൽ നമുക്ക് ഫ്രഞ്ച് അറിയണം. ബിക്കോസ് ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കടകളിൽ അവർക്ക് ഫ്രഞ്ചേ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് അറിയത്തില്ല. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷെ മെജോറിറ്റി ഇംഗ്ലീഷ് അറിയാം. അതുപോലെ ഇവിടെ മെജോറിറ്റിക്ക് ഫ്രഞ്ച് അറിയുള്ളൂ, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പ്സിനോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഓർ കടയിൽ പോയി കുഞ്ഞു കുഞ്ഞു സ്മോൾ സ്കെയിൽ ബിസിനസ്സിനോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഞ്ച് വേണം, നോ അതർ ഗോ. പിന്നെ ഒരു ഫോറിനറായി നമ്മൾ ഫ്രഞ്ച് പഠിച്ച് ഇവിടെ എക്സൽ ചെയ്ത് ഒരു ജോലിക്ക് കയറിയാൽ ഇറ്റ്സ് ടു ഗുഡ്. ബിക്കോസ് ഇവിടെ കോമ്പറ്റീഷൻ കുറവാണ് പൊതുവെ, അധികം ഇന്ത്യൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇല്ലെന്നല്ല, പക്ഷെ മറ്റ് പ്രൊവിൻസിനെ അപേക്ഷിച്ച് ഇവിടെ കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈഡ് ആണ്. ഇവിടെ കൂടുതൽ നമുക്ക് മെക്സിക്കൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പോകുന്ന ഫ്രഞ്ച് സ്കൂളിൽ കൂടുതൽ മെക്സിക്കൻസ് ഉണ്ട്, ബ്രസീലിയൻസ് ഉണ്ട്, പോർച്ചുഗലുണ്ട്, പിന്നെ അഫ്കോഴ്സ് ചൈനീസൊക്കെ ഉണ്ട്, ഫ്രം ഏഷ്യൻ കൺട്രീസും ഉണ്ട്, പക്ഷെ കൂടുതലും ഇവരൊക്കെയാണ്. പിന്നെ ഇറാനീസ് ഉണ്ട്, ബംഗ്ലാദേശീസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻസൊക്കെ കുറവാണ്. ആക്ച്വലി ഇന്ത്യൻസ് പൊതുവെ കുറവാണ്. ഞങ്ങളുടെ ഒരു വലിയൊരു സ്കൂളാണ്. ഓൾമോസ്റ്റ് ഒരു ക്ലാസ്സിൽ, എൻ്റെ ക്ലാസ്സിൽ ഒരു 20 പേരുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കോഴ്സ് ഇവിടെ ഇങ്ങനെ ഒരു കോഴ്സ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു കോഴ്സിന് 2-3 സെക്ഷൻസ് ഉണ്ട്, പിന്നെ ഡിഫറെൻറ്റ് ടൈമിങ്സ് ഉണ്ട്. അപ്പം ആ എല്ലാ സെക്ഷനും നോക്കിക്കഴിഞ്ഞാൽ ഒരു കഷ്ടിച്ചൊരു 5-6 ഇന്ത്യൻസ് ഒരു ക്ലാസ്സിൽ ഒരു 20 വെച്ചോ, അല്ലെ ഒരു മിനിമം ഓഫ് 15 ആൾക്കാർ വെച്ചോ. അപ്പോൾ ഇത്രയും ആൾക്കാരിൽ മൊത്തത്തിൽ ആ സ്കൂൾ മൊത്തത്തിൽ ഒരു 5 ഇന്ത്യൻസേ ഉള്ളൂ. സോ ബിക്കോസ് നമ്മളത്ര വില്ലിങ് അല്ല ഫ്രഞ്ച് പഠിക്കാൻ, അതുകൊണ്ടാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റീഷൻ കുറവാണ്. ഇപ്പം മറ്റ് പ്രൊവിൻസുകളിലെ ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് ജോലി കിട്ടാൻ പാടാ, ഹെവി കോമ്പറ്റീഷനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഐ യൂസ് ടു തിങ്ക്, അപ്പം മോൺട്രിയൽ ആയതുകൊണ്ട് ഒരു നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. ജോലി കിട്ടാൻ പാടാണ് ബിക്കോസ് ഓഫ് ഫ്രഞ്ച്. പക്ഷേ ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ഗെറ്റ് ജോബ്. അവരുടെ ടിക്ക് ലിസ്റ്റിൽ നമുക്കിനി വേണ്ടതായിട്ടൊന്നുമില്ല, ഫ്രഞ്ചേ ഉള്ളൂ. ബിക്കോസ് നമുക്ക് ഓൾറെഡി ഇംഗ്ലീഷ് അറിയാം. അപ്പം ഫ്രഞ്ച് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. അപ്പം ഇനി എൻ്റെ ചാനലിൽ ഞാൻ വിചാരിക്കുന്നത് ഐ ഷുഡ് ഗീവ് സം ഫ്രഞ്ച് ലെസൺസ്, ലൈക്ക് എങ്ങനെ ഫണ്ണായിട്ട് ഫ്രഞ്ച് പഠിക്കാമെന്നാണ് ഞാൻ പഠിപ്പിക്കാം, നമുക്ക് ഒന്നിച്ച് പഠിക്കാം, വി വിൽ ഗ്രോ ടുഗെദർ എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. സോ ദാറ്റ് ഇപ്പോഴും കാനഡയിലൊക്കെ വരാൻ ആഗ്രഹമുള്ളവർ, ഓർ ഇങ്ങനെ PR എടുക്കാൻ താല്പര്യമുള്ളവർ, ഒരു ഇന്ത്യൻ മല്ലു ഓർ തമിഴ് പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഫ്രഞ്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ദിസ് ഇസ് മൈ കപ്പ് ഓഫ് ടീ എന്ന് തോന്നുവാണെങ്കിൽ അത് നല്ല രീതിക്ക് ഫർദറായിട്ട് പഠിക്കാം. ബിക്കോസ് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ, ഇപ്പം ഫ്രഞ്ചിന് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് പഠിക്കാനുള്ള കഴിവുണ്ടോ, ഫസ്റ്റ് വി ഷുഡ് നോ.
പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാനത് സ്പെൻഡ് ചെയ്ത് പഠിക്കാം. ഇപ്പം ഇന്ത്യയിലുള്ളവരാണെങ്കിൽ ഞാനത് സ്പെൻഡ് ചെയ്ത് പഠിക്കാം എന്ന് തോന്നണമല്ലോ. ചുമ്മാ നമ്മൾ പൈസ എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തിട്ട്, ഇപ്പം അൺ അക്കാഡമിയിലൊക്കെ ഫ്രഞ്ച് ഉണ്ട്. അപ്പം എവിടെയെങ്കിലും ഓരോയിടത്ത് ഫ്രഞ്ച് പഠിക്കാനായിട്ട് കൊടുത്തിട്ട് അത് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, അത് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം ത്രൂ മൈ ചാനൽ യു ക്യാൻ ചെക്ക് വെദർ യു ക്യാൻ ലേൺ ഫ്രഞ്ച്, വെദർ യു ഹാവ് ദ എബിലിറ്റി ടു ലേൺ ഫ്രഞ്ച്. അപ്പം അങ്ങനെയുള്ളവർ ക്യാൻ ഡു ഇറ്റ് ഫർദർ. നല്ലോണം ഫ്രഞ്ചിൽ എക്സലായിട്ട് ഇങ്ങോട്ട് വരിക. ബിക്കോസ് ഞാൻ കുറേ ചാനൽസ് ഞാനും ഇങ്ങനെ ഈ ഓഡിയോ പ്രാക്ടീസിന് വേണ്ടിയിട്ടും ലിസണിങ് പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ചാനൽസ് കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോഴും ഒരുപാട് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫ്രഞ്ച് ടീച്ചിങ് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ നിന്നുകൊണ്ടൊരു മലയാളി, ഒരു സൗത്ത് ഇന്ത്യൻ, ബേസിക്കലി സൗത്ത് ഇന്ത്യൻ ഒരു ഫ്രഞ്ച് ടീച്ചിങ് ഞാൻ എൻ്റെ കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത് ടു ഗിവ് ലെസൺസ് ഓൺ ഫ്രഞ്ച്. ഞാൻ പഠിച്ചത്, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഐ വോണ്ടഡ് ടു ഷെയർ ടു യു ഓൾ ഓൾസോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പം ആസ് ഡേയ്സ് പാസ് ബൈ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ എന്നിൽ നിന്ന് ഫ്രഞ്ച് പഠിക്കുമ്പോൾ ഇറ്റ് ഗിവ്സ് മീ ഹാപ്പിനെസ് ഓൾസോ. സോ അങ്ങനെ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വാച്ച് മൈ വീഡിയോസ്, വാച്ച് മൈ ഫ്രഞ്ച് ഷോർട്സ് ആൻഡ് ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഷോർട്ട് ക്ലിപ്സ് ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് റിഗാർഡിങ് ഫ്രഞ്ച് ലേണിംഗ്. So keep supporting me and you can also grow along with me. Thank you for watching. Merci beaucoup. Bye.